ചിലർ ഇതിനെ ശർക്കര വരട്ടിയെന്നും എന്നാൽ ചിലർ ശർക്കര ഉപ്പേരി എന്നൊക്കെ പറയും. എന്തായാലും സദ്യ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഉപ്പേരിയും അതേപോലെ തന്നെ ശർക്കര വരട്ടിയും ഇത് രണ്ടും കട്ടയ്ക്ക് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ സദ്യ കംപ്ലീറ്റ് അല്ല. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരിയുടെ അല്ലെങ്കിൽ ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. ഇപ്പം ഞാനിവിടെ 1 കിലോ പച്ചക്കായ ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം മഞ്ഞൾ കലർത്തിയ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പച്ചവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റർ ചെയ്ത് കൊടുക്കുക. അതായത് എക്സസ് വെള്ളം ഒന്ന് കളയുക. അതേപോലെ അതിൻ്റെ മുകളിലുള്ള കറയൊക്കെ ഒന്ന് ചിരണ്ടി കളയുക. പിന്നീട് ഇതുപോലൊന്ന് കട്ടാക്കി എടുക്കണം. അതായത് നമ്മൾ നടുകെ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുത്താൽ മതിയാവും. നമുക്കൊരു ഈ ഒരു കട്ടിയിൽ ഈ ഒരു കനത്തിൽ മതിയാകും. ചെറിയ കായാണ്, അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത്. ഇനി ഇത് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതിൻ്റെ കളർ വന്നിട്ട് ഗോൾഡൻ ബ്രൗണിനും മുകളിലായിരിക്കണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ എത്തിക്കണം കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവണം. നമുക്കിതിങ്ങനെ ഇടുന്ന സമയത്ത് നല്ല ക്രിസ്പി സൗണ്ട് കേൾക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം. അതല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. അതുകൊണ്ട് കുറച്ചൊരു ഗോൾഡൻ ബ്രൗണിന് മേലെ ആയിക്കോട്ടെ, എന്നാൽ ഒന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രൈ ആകാൻ നിൽക്കാതെ അതിന് മുന്നേ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ നമ്മളങ്ങനെ കായെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ആക്കണം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര പാനി ആക്കുന്നതിന് മുന്നേ തന്നെ പൊടികളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതായത് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും. ഇനി ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആദ്യമേ എടുത്തങ്ങ് മാറ്റി വെക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. 200 to 300 ഗ്രാം മതിയാവും കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് ഒഴിക്കാവുന്നേ ഉള്ളൂ. അതല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അഴുക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി ഒരു 1 സ്ട്രിങ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കായ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ജീരകം, ചുക്ക്, പിന്നെ ഏലക്കപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ആയിരുന്നു. പക്ഷെ അത് പോരാൻ തോന്നിയപ്പം കുറച്ചും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇളക്കും തോറും മനസ്സിലാവും മതിയായോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കോട്ടിംഗ് ആയി കിട്ടുന്ന സമയത്ത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ അളവ് മൊത്തം 1/2 കിലോ നേന്ത്രക്കായ്ക്ക് അനുസരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളവൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത ഓണം റെസിപ്പിയുമായിട്ട് കാണാം. ടാറ്റാ.